ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഹിന്ദി ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സ്റ്റേറ്റ് സിലബസിൻ്റെ 6th ക്ലാസ്സിൻ്റെ ലെസനാണ് എടുക്കുന്നത്. ഹിന്ദിൻ്റെ നൻഹ ഉല്ലു, അതായത് ഒരു കുഞ്ഞ് മൂങ്ങ എന്നാണ് അതിൻ്റെ അർത്ഥം. ഔൽ, ഒരു ചെറിയ കുഞ്ഞ് ഔലിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോകാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അപ്പോൾ കഥയിലേക്ക് പോകാം. जब वह 2 साल का हो गया, जब वह അവൻ 2 വയസ്സിൻ്റെ ആയപ്പോൾ, ജബ് വഹ് 2 സാൽ കാ ഹോ ഗയ, അവൻ 2 വയസ്സ് ആയപ്പോൾ അല്ലെങ്കിൽ തികഞ്ഞപ്പോൾ, തോ ഉല്ലൂനെ സവാൽ പൂച്ഛന ശുരു കിയ, 2 വയസ്സായപ്പോൾ ആ ഒരു മൂങ്ങ ചോദ്യം ചോദിക്കാനായിട്ട് തുടങ്ങി, ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് തുടങ്ങി. അതായത് അതിന് 2 വയസ്സായപ്പോൾ. पूरी रात वह अपनी अम्मा के संग സിതാരോं के नीचे बैठा रहता. രാത്രി മുഴുവനും അവൻ്റെ അമ്മൻ്റെ കൂടെ, പൂരി രാത്ത് പറഞ്ഞാൽ ആ രാത്രി മുഴുവനും അപ്നി അമ്മ, അവൻ്റെ അമ്മൻ്റെ സംഗ് സിതാരോ കെ നീച്ച, അതായത് സിതാരെ പറഞ്ഞാൽ സ്റ്റാർസ്, അതായത് സ്റ്റാർസിൻ്റെ ചോട്ടിൽ ചെലവഴിക്കും, അതിൻ്റെ ചോട്ടിൽ തന്നെ ഇരിക്കും, സ്റ്റാർസ് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. ആസ്മാൻ മേ കിത്തനെ സിതാരെ ഹേ, ആകാശത്തിൽ എത്ര സ്റ്റാർസ് ഉണ്ട് നോക്കുകയാണ്. ഉസ്നെ ഏക് രാത് അമ്മ സെ പൂച്ച, ഒരു രാത്രി, ഇത് ഡെയിലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു രാത്രി ആ ഔല്, കുഞ്ഞു ഔല്, കുഞ്ഞു മൂങ്ങ വന്നിട്ട് അമ്മനോട് ചോദിക്കുകയാണ്. ഉസ്നെ ഏക് രാത്, ഒരു രാത്രി അമ്മനോട് ചോദിക്കുകയാണ്. ബഹുത് സെ അമ്മ ने जवाब दिया, बहुत से, ഉസ്നെ ഏക് രാത് അമ്മ സെ പൂച്ച, ഒരു ദിവസം അവൻ്റെ അമ്മനോട് അവൻ ചോദിക്കുകയാണ്. ബഹുത് സെ, അമ്മാനെ ജവാബ് ദിയ, ഒരുപാട്, അമ്മാനെ ജവാബ് ദിയ, അമ്മ പറഞ്ഞാണ് ഒരുപാട്. കിത്തനെ, അപ്പോൾ അവൻ പിന്നെയും ചോദിക്കണം എത്ര. നൻഹെ ഉല്ലൂനെ ആസ്മാൻ കി ഓർ ദേഖ്തേ ഹുവേ പൂച്ച, പിന്നെ അവൻ ലാസ്റ്റ് ആകാശത്തിൻ്റെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ദേഖ്തേ ഹുവേ പൂച്ച, ആകാശത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉസ്കി അമ്മ മുസ്കുരാനേ ലഗി, ആകാശത്തിൽ നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൻ്റെ അമ്മ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങി, അതായത് കുഞ്ഞു മൂവനെ അമ്മ നോക്കി ചിരിക്കാനായിട്ട് തുടങ്ങി. തും ഗിൻകർ ദേഖ്ലോ, നീ എണ്ണി നോക്കൂ, അതായത് ആ സ്റ്റാർസ് എത്രയുണ്ട് എന്നാണ് അവൻ ചോദിക്കുന്നത്, ഈ ആകാശത്തിൽ എത്ര സ്റ്റാർസ് ഉണ്ട് എന്ന്. അപ്പോൾ ലാസ്റ്റ് അമ്മ പറയാം, നീ ഒന്ന് എണ്ണി നോക്ക്, എണ്ണാൻ പറ്റുക എണ്ണി നോക്ക് എത്രയുണ്ട് എന്ന്, അതാണ് പറയുന്നത്. അടുത്തത് ഏക് ദോ തീൻ ചാർ ഏക് സോ ഏക്, ഏക് സോ ദോ, അതായത് 1 2 3 4, ഏക് സോ ഏക് പറഞ്ഞാൽ 101, ഏക് സോ ദോ പറഞ്ഞാൽ 102. ജബ് സൂരജ് നിക്ല, സൂര്യൻ പുറത്തേക്ക് വന്നപ്പോൾ, സൺറൈസ് ആയപ്പോൾ, നൻഹ ഉല്ലു തബ് ഭി ഗിൻ രഹാ താ, സൺറൈസ് ആയി നേരം വെളുത്തപ്പോഴും കുഞ്ഞു മൂങ്ങ എണ്ണൽ തുടർന്നുകൊണ്ടേ ഇരിക്കുക, അതായത് അവൻ്റെ എണ്ണം നിർന്നിട്ടില്ല, അവൻ എത്ര സ്റ്റാർസ് ഉണ്ടെന്ന് എണ്ണിക്കൊണ്ടേയിരിക്കുകയാണ്. 1000 ദോ, അതായത് 1001, 1002 സൺറൈസ് ആയി, എന്നിട്ടും അവൻ്റെ എണ്ണൽ നിർത്തിയിട്ടില്ല. അപ്പോൾ 1001, 1002 എന്ന് എണ്ണാണ്. കിത്തനെ സിതാരെ ഹേ ആസ്മാൻ മേ, എത്ര സ്റ്റാർസ് ഉണ്ട് ആകാശത്തിൽ. അമ്മനെ നന്നെ ഉല്ലു സെ പൂച്ച, അമ്മ നന്നെ ഉല്ലുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എത്ര സ്റ്റാർസ് ഉണ്ട് ആകാശത്തിൽ നിന്ന്. അമ്മ ചോദിക്കുകയാണ്, അതായത് ഈ ഉല്ലുവിനോട് ചോദിക്കുകയാണ്. ഇതിനേക്ക് മേ ഗിൻ ബി നഹി സക്ത, എനിക്ക് എണ്ണാൻ പോലും കഴിയണില്ല, അത്രയുണ്ട് എന്നാണ് ആ ചെറിയ കുഞ്ഞു മൂങ്ങ പറയുന്നത്, അതായത് എണ്ണി തീരുന്നില്ല. അപ്പോൾ അതാണ് അവൻ പറയുന്നത്, എത്രയുണ്ട് എനിക്ക് എണ്ണാനും കൂടി കഴിയുന്നില്ല. നൻഹെ ഉല്ലൂനെ പൽക്കെ ചപ്കാത്തെ, പൽക്കെ പറഞ്ഞാൽ ഈ കൺപീലികളിൽ, ഇതിനിങ്ങനെ അങ്ങനെ ചിമ്പിക്കൊണ്ട് പറയുകയാണ്. നൻഹെ ഉല്ലൂനെ പൽക്കെ ചപ്കാത്തെ ഹുവേ കഹാ कि और अपने सिर पंखों में छिपाकर, അതായത് അവൻ്റെ വിങ്സിൽ അത് കൊണ്ടുവന്നിട്ട് പങ്കോ മേ ചിപ്പാക്കർ, സിർ പങ്ക്, അതായത് അവൻ്റെ മുഖം വന്നിട്ട് മൂടിയിരിക്കുകയാണ്. അമ്മ ചോദിച്ചല്ലോ എത്ര സ്റ്റാർസ് ഉണ്ടെന്ന്, അപ്പോൾ അവൻ്റെ അത് വന്നിട്ട് അവൻ്റെ മുഖം മൂടിയിട്ട് ചിപ്പാക്കർ, അതായത് ഒളിപ്പിച്ച് വെച്ചിട്ട്. ജഡ് സേ സോ
ജട്ട് സേ സോ ഗയ. വേഗം അവൻ്റെ വിങ്സിനെ കൊണ്ടുപോയി മുഖത്ത് വെച്ചിട്ട് അവൻ പെട്ടെന്ന് ഉറങ്ങിയ പോലെ കാണിച്ചു. അതാണ് പറയുന്നത്. അഗ്ലി രാത് നന്നി ഉല്ലൂനെ ഏക് ബാർ ഫിർ ആസ്മാൻ കി ഓർ ദേഖ. അതായത് പിറ്റേ ദിവസവും ആ ചെറിയ കുഞ്ഞു മൂങ്ങ ചെറിയ ഉല്ലു ആകാശത്തിൽ നോക്കി. ആസ്മാൻ കി ഓർ ദേഖ, ആകാശത്തിൽ നോക്കി. അമ്മ ആസ്മാൻ കിത്തന ഊഞ്ചാ ഹെ. അമ്മ ആകാശം എത്ര ഉയരത്തിലാണ് അല്ലേ, എത്ര ദൂരത്തിലാണ്. ബഹുത് അച്ഛ. ഒരുപാട് നന്നായി. കിത്തന ഊച്ച, എത്ര ഉയരം. നൻഹെ ഉല്ലുനെ ഫിർ പൂച്ച. പിന്നെയും ആ കുഞ്ഞു ഉല്ലു ചോദിക്കുകയാണ്. ജാവോ ജാക്കർ ദേഖ് ലോ. പോയി നോക്കിയിട്ട് വാ, എത്ര ദൂരമുണ്ട് എന്ന് നീ പോയി നോക്ക്. അതാണ് കിത്തന ഊച്ച, എത്ര ഉയരമുണ്ടെന്നാണ് അവൻ ചോദിക്കണം അവൻ്റെ അമ്മനോട്. എത്ര ഉയരമുണ്ട് പറ. അമ്മ എങ്ങനെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അമ്മ പറയുന്നത്, ശരി നീ ഒരു പണി ചെയ്യും, പോയി നോക്കിയിട്ട് വാ, എത്ര ദൂരമുണ്ടെന്ന് പോയി നോക്ക് എന്ന് പറയണം. അമ്മനെ കഹ, അമ്മ പറഞ്ഞു. തോ നൻഹ ഉല്ലു ഊപ്പർ ആസ്മാൻ മേ ഉട. അത് കേട്ടപ്പോൾ ചെറിയ കുഞ്ഞ് ആ മൂങ്ങ ആകാശത്തിൽ പറക്കാനായിട്ട് തുടങ്ങി. അപ്പിനെ അമ്മാനെ കഹ തോ നന്ന ഉല്ലു ഊപ്പർ ആസ്മാൻ മേ ഉട. അതായത് മുകളിലേക്ക് ആകാശത്തിൻ്റെ അവിടേക്ക് പറക്കാനായിട്ട് തുടങ്ങി. അപ്പിനെ പേട് സേ ബഹുത് ഊപ്പർ. നമ്മുടെ മരത്തിനെയും കാട്ടി മുകളിലേക്കാണ് അല്ലേ ഒരുപാട്. അവരിരുന്നില്ല, ആ മരത്തിനെയും കാട്ടി മുകളിലേക്ക് പറക്കാനായിട്ട് തുടങ്ങി. വ ബാദലും കേസേ ഊപ്പർ ഉഡ് റഹാത്ത. അതായത് ബാദൽ വന്ന ക്ലൗഡ്സ് അതിൻ്റെ മേലെ ആയിട്ട് പറക്കാനായിട്ട് അവൻ തുടങ്ങി. ലേക്കിൻ വ ജിത്തന ഊപ്പർ ജാത്ത ആസ്മാൻ ഓർ ബി ഊപ്പർ ചലാ ജാത്ത. അവൻ എത്ര മുകളിലേക്കാണോ ഉയർന്ന് പറക്കാൻ നോക്കണം, അതിനെയും കാട്ടി മേലെയാണ് ആകാശം അല്ലേ. तो कितना ऊंचा है ആസ്മാൻ അമ്മാനെ പൂച്ച. അപ്പോൾ അവൻ പിന്നെയും ചോദിക്കണം, അമ്മ ചോദിക്കുകയാണ്, തു കിത്തന ഊച്ചാ ഹേ ആസ്മാൻ, എത്ര ഉയരമുണ്ട്, എത്ര ഉയരത്തിലാണ് ആകാശം നിൽക്കുന്നത്. അമ്മാനെ പൂച്ച, അമ്മ ചോദിക്കുകയാണ്, എത്ര ഉയരത്തിലാണ് ഈ ആകാശം. ഇതന ഊച്ചാ കി മേ ഉടുക്കർ പहुंच ही नहीं सका. അപ്പോൾ ആ ഉല്ലു പറയാണ്, എത്ര ഉയരമുണ്ട് അറിയോ അമ്മയ്ക്ക്, എനിക്ക് പറന്ന് അവിടെ എത്താനേ കഴിയുന്നില്ല, അത്രയും ഉയരത്തിലാണ്. നന്നേ ഉല്ലുവിനെ ജവാബ് ദിയ. അതായത് ആ കുഞ്ഞു മൂങ്ങ അമ്മൻ്റെ അടുത്ത് മറുപടി കൊടുത്തു. ഇതന ഊഞ്ച കി മേ ഉടുക്കർ പहुंच ही नहीं सकता. നന്നേ ഉല്ലുവിനെ ജവാബ് ദിയ. അതായത് എത്ര ഉയരമുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല, അവിടെ പറന്ന് എനിക്ക് എത്താൻ കഴിയുന്നില്ല, അത്രയും ഉയരമുണ്ട്. ഫിർ ഉസ്നെ അപ്നി ആँखें बंद की और झट से सो गया. മുമ്പിൽ ഇതുപോലെ ചോദിച്ചപ്പോൾ അവൻ വേഗം അവൻ്റെ വിങ്സിന് മുഖത്ത് വെച്ച് കടന്നുറങ്ങില്ല. അപ്പോൾ ആ ട്രിക്ക് തന്നെയാണ് ഇവിടെയും അവൻ ഉപയോഗിച്ചു. എത്ര ഉയരമുണ്ട് ചോദിച്ചപ്പോൾ പറന്ന് എത്താൻ കഴിയുന്നില്ല, അത്രയും ഉയരമുണ്ട് പറഞ്ഞാൽ വേഗം മുഖം മൂടിയും കണ്ട് അവൻ ഉറങ്ങി. ആ കുഞ്ഞു മുഖം ഉറങ്ങി. അഗ്ലി രാത് നൻഹേ ഉല്ലൂനെ സമുദ്ര കി ലഹരോं की आवाज़ सुनी. അതിൻ്റെ പിറ്റേ ദിവസം അവനിക്ക് എന്താ തോന്നിയത്, നമ്മുടെ കടലില്ലേ, കടലിൻ്റെ ആ തിരൻ്റെ സൗണ്ട് കേട്ടു. അവിടെ ഇരുന്നിട്ട് ആ തിരൻ്റെ സൗണ്ടാണ് അന്ന് രാത്രി അവൻ കേൾക്കുന്നത്. സമുദ്ര മേ കിത്തനി ലഹരേ ഹേ. അപ്പോൾ പിന്നെ അവൻ്റെ ചോദ്യം എന്താണ്, ആ സമുദ്രത്തിൽ എത്രയാണ് വേവ്സ് വരുന്നത്, എത്ര വേവ്സ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. ഉസ്നെ അമ്മ സേ പൂച്ച. അവൻ വന്നിട്ട് അമ്മനോട് ചോദിച്ചു. ബഹുത് സി. അപ്പോൾ അമ്മ പറയുന്നത് ഒരുപാടുണ്ട്. അത് അമ്മ പറഞ്ഞു ഒരുപാടുണ്ട്, അതായത് എണ്ണാൻ പറ്റില്ല, ഒരുപാടുണ്ട് എന്നാണ് അമ്മ പറയുന്നത്. കിത്തനി. പിന്നെയും ചോദിക്കുന്നത് എത്ര പറ. അപ്പോൾ നൻഹേ ഉല്ലുനെ ഫിർ പൂച്ച. കുഞ്ഞു മൂങ്ങ പിന്നെയും ചോദിച്ചു. ജാവോ ജാക്കർ ഗിൻലോ. അപ്പോൾ അമ്മ പറയുന്നു, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, പോയിട്ട് അതിൽ എത്ര വേവ്സ് വരുന്നുണ്ട് പോയി എണ്ണി നോക്ക്, അപ്പം എനിക്ക് അറിയുമല്ലോ എത്രയുണ്ടെന്ന്. അമ്മാനെ ജവാബ് ദി. അമ്മ അത് മറുപടി കൊടുത്തു. നൻഹ ഉല്ലു ഉടുക്ക സമുദ്രയ്ക്ക് കിനാരെ ആ പਹੁंच. നൻഹ ഉല്ലു ആ കുഞ്ഞു മൂങ്ങ അവിടുന്ന് പറന്നിട്ട് എവിടെ എത്തി, നമ്മുടെ കടലിൻ്റെ അരികത്തിലെത്തി. കിനാരെ വന്ന അരികിൽ ആ പਹੁंच, അവിടെ എത്തി. അപ്പോൾ ഗിന്നയിലക അവൻ അവിടെ ഇരുന്നിട്ട് എണ്ണാൻ തുടങ്ങി, എത്ര വേവ്സാണ് എന്ന് വരുന്നത് എന്ന് അവൻ എണ്ണാനായിട്ട് തുടങ്ങി. 1 2 3 11 12 13. അതായത് 1 2 3 11 12 13 അങ്ങനെ എണ്ണാനായിട്ട് അവൻ തുടങ്ങി. പിന്നെ ലാസ്റ്റ് ഇവിടെ എണ്ണലെത്തി 1001 അതായത് 1001 1002. और जब सूरज निकला तो उसने देखा कि समुद्र अब भी लहरों से भरा हुआ है. രാത്രി കഴിഞ്ഞു പോയി, രാത്രി മുഴുവൻ എണ്ണി 1000 1002 ഇങ്ങനെ എത്തി.
പകലായി, അതായത് സൂര്യനൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞിട്ട് അവൻ ആലോചിക്കുന്ന ഈ വേവ്സ് വരുന്നത് നിൽക്കണേ ഇല്ല. കടലിൻ്റെ കടൽ തീരം വരുന്നത്, അതായത് ആ വേവ്സ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നത്, അത് നിൽക്കണേ ഇല്ല എന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ അമ്മാസ് കെ പാസ് ലൗട്ട് ഗയ, ലാസ്റ്റ് അവൻ്റെ അമ്മൻ്റെ അടുത്ത് തന്നെ തിരിച്ചു പോയി. അമ്മ കെ പാസ് ലൗട്ട് ഗയ തോ കിത്തനി ലഹരേ ഹേ സമുദ്രമേ. അപ്പം അമ്മ ചോദിക്കുകയാണ്, അമ്മാനെ പൂച്ച. അപ്പം അമ്മ എന്ത് ചോദിക്കുന്നത്, പറ എത്രയുണ്ട് അതിൽ, എത്ര വേവ്സ് ഉണ്ട് അതിൽ എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ ഇതനി കി മേ ഗിൻ ബി നഹി സക്ത, എത്രയുണ്ട് എന്നോ എനിക്ക് എണ്ണാനും കൂടി കഴിയുന്നില്ല, അത്രയുണ്ട്, വന്നുകൊണ്ടേ ഇരിക്കണമല്ലോ. അപ്പോൾ എത്രയുണ്ടെന്ന് എനിക്ക് എണ്ണാനേ കഴിയുന്നില്ല, അത്രയുണ്ട്. നന്നാ ഉള്ളു ആക്കി മിച്ച് മിച്ചാത്തേ ഹുവേ പോലെ, മിച്ച് മിച്ചാത്തേ ഹുവേ പറഞ്ഞാൽ ഇങ്ങനെ കണ്ണിങ്ങനെ ചിമ്പി ചിമ്പി പറയില്ല, അതുപോലെ. അപ്പോൾ ആ കുഞ്ഞു മൂങ്ങ വന്നിട്ട് കണ്ണിനിങ്ങനെ അടിച്ച് മിന്നി കണ്ണിനിങ്ങനെ ചിമ്പി ചിമ്പിയിട്ട് പറയുകയാണ്, അഗ്ലി രാത് നന്നെ ഉല്ലുവിനെ അപ്നി മാ സെ പൂച്ച. അതിൻ്റെ പിറ്റേ ദിവസവും അമ്മനോട് ആ കുഞ്ഞു മൂങ്ങ ചോദിക്കുകയാണ്, സമുന്ദർ കിത്തന ഗഹര ഹെ. സമുന്ദർ വേവ്സിൻ്റെ കാര്യം കഴിഞ്ഞു, അതിൻ്റെ പിറ്റേ ദിവസം അവൻ എന്താ ചോദിക്കുന്നത്, ഈ കടലിൽ എത്ര ആഴമുണ്ട്, എത്ര ആഴമുണ്ട് ഈ കടലിന്. കിത്തനി ഗഹര പറഞ്ഞ ആഴം, എത്ര ആഴമുണ്ട്. അപ്പോൾ ബഹുത് ഗഹര, ഒരുപാട് ആഴമുണ്ട്. അമ്മ പറഞ്ഞു, കിത്തന ഗഹര ഹെ. പിന്നെ അവൻ ചോദിക്കുന്നത്, എത്ര ഗഹര, എത്ര ആഴമുണ്ട് പറ. നൻഹെ ഉല്ലൂനെ പൂച്ച, കുഞ്ഞു മൂങ്ങ ചോദിച്ചു. അമ്മ ആസ്മാൻ കി ഓർ ദേഖ്നെ ലഗി, അമ്മ വന്നിട്ട് ആകാശത്തിൻ്റെ മുകളിലേക്കായിട്ട് നോക്കാൻ തുടങ്ങി. ഇവൻ്റെ ചോദ്യം കേട്ട് മതിയായി. അപ്പം അമ്മ, നീ ഇപ്പോൾ എന്താണ് എത്ര ആഴോട് ചോദിച്ചില്ല. അപ്പോൾ അറിയില്ല, നമുക്ക് ഊഹിക്കാൻ കഴിയില്ല എന്ന് അമ്മ പറഞ്ഞു. പിന്നെ അവന് തറപ്പിച്ച് ചോദിക്കുന്നത്, എത്ര പറ. അപ്പോൾ അമ്മ പിന്നെ ആകാശത്തിൻ്റെ മുകളിലേക്കായിട്ട് നോക്കാനായിട്ട് തുടങ്ങി. ലഗ്ഭഗ് ഉത്തന ഹി ഗഹര ജിത്തന ഊച്ച ആസ്മാൻ ഹെ. ഒരു പക്ഷേ ആകാശം ഇവിടുന്ന് എത്ര ദൂരമുണ്ടോ അത്ര ദൂരം തന്നെയായിരിക്കും, അത്ര ആഴം തന്നെയായിരിക്കും കടലിലെന്നാണ് അമ്മ പറഞ്ഞത് ലാസ്റ്റ് മറുപടി. എത്ര ദൂരമാണോ ഇവിടുന്ന് ആകാശം അത്ര ആഴമുണ്ട്, ഇവിടെ കടലിലും അത്ര ആഴമുണ്ട് എന്ന് പറഞ്ഞു. ഏകദേശം അത്ര ഉണ്ടാവുമെന്ന് അമ്മ പറഞ്ഞു. നൻഹ ഉല്ലു ഊപ്പർ ദേഖ്നെ ലഗ. നൻഹ ഉല്ലു വന്നിട്ട് എന്ത് കാട്ടി, കുഞ്ഞു മൂങ്ങ ആകാശത്തിലേക്ക് നോക്കാൻ തുടങ്ങി. എത്ര ഉയരമുണ്ട് ആകാശം എന്ന് നോക്കാനായി തുടങ്ങി. അപ്പോഴല്ലേ അവനിക്ക് എത്ര ആഴമുണ്ട് കടലെന്ന് ഊഹിക്കാൻ പറ്റില്ലോ, അതാണ് അവൻ നോക്കിയത്. അപ്പോൾ പൂരി രാത് പേട് പർ ബേഠാ രഹ, രാത്രി മുഴുവനും ആ മരത്തിൽ എന്നെ ചെലവഴിച്ചു. ആസ്മാൻ ഓർ സിത്താരെ കെ ബാരെ മേ സോച്ച്താ രഹ. ആസ്മാനും സ്റ്റാർസിനെയും കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സമുന്ദർ ഓർ ലഹരോ കെ ബാരെ മേ സോച്ച്താ രഹ, അതായത് കടലും അതിൻ്റെ വേവ്സിനെയും കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. ജോ ബി ഉസ്നെ അമ്മ സേ സീഖാത്ത, എന്തൊക്കെ അവൻ്റെ അമ്മനോട് പഠിച്ചിട്ടുണ്ടോ, എന്തൊക്കെ അവനിക്ക് അത് അമ്മനോട് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, സീഖാത്ത ഉസ്കെ ബാരെ മേ സോച്ച്താ രഹ, അമ്മനോട് പഠിച്ച കാര്യങ്ങളൊക്കെ അവൻ ആലോചിച്ചുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. ജैसे ही सूरज निकला नन्हा उल्लू अपनी अम्मा की ओर മൂട ഓർ ബോല. നേരം വെളുത്തതും അവൻ്റെ അമ്മൻ്റെ അവിടെ തിരിഞ്ഞിട്ട് അമ്മനെ നോക്കിക്കൊണ്ട് ഒരു കാര്യം പറഞ്ഞു. മേ തുംസെ പ്യാർ കർത്താ ഹൂം അമ്മ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മനോട് പറയാൻ, അമ്മ എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമാണ് എന്ന് അവൻ അമ്മനെ നോക്കിയിട്ട് പറഞ്ഞു. കിത്തന. അപ്പം അമ്മ ചോദിച്ചു, എത്ര. അപ്പം അമ്മ നീ പൂച്ച, അമ്മ ചോദിച്ചാണ്, എനിക്ക് എന്നോട് എത്ര സ്നേഹമുണ്ടെന്ന് അമ്മ ചോദിച്ചു. അതായത് അവനോട് കുഞ്ഞിനോട്, അതായത് ചെറിയ നൻഹ ഉല്ലുവിനോട് അമ്മ ചോദിക്കുകയാണ്. ബഹുത്, ഒരുപാട്. അപ്പോൾ നൻഹ ഉല്ലു പറഞ്ഞു, എനിക്ക് ഒരുപാട് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് ഒരുപാട് സ്നേഹമുണ്ട് എന്ന് കുഞ്ഞു മൂങ്ങ പറയാണ്. നൻഹെ ഉല്ലു നെ ഏക് പൽ സോച്ച ഓർ അമ്മ കെ ഗലേ ലഗ് ഗയ. എത്ര സ്നേഹമുണ്ട് പറഞ്ഞപ്പോൾ ഒരുപാടുണ്ട് ചോദിച്ചു. ഒരുപാട് സ്നേഹമുണ്ട്. പിന്നെ ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് വേഗം അവൻ്റെ അമ്മനെ
കെട്ടിപ്പിടിച്ചു. ആസ്മാൻ ജിത്ന ഊഞ്ചാ ഹെ ഓർ സമുദ്ര ജിത്ന ഗഹര. അതായത് ആകാശം എത്ര ഉയരത്തിലാണോ അതേപോലെ കടൽ എത്ര ആഴത്തിലാണോ അത്ര സ്നേഹമുണ്ട് എനിക്കെന്ന്. കാരണം ആകാശത്തിൽ പറഞ്ഞാൽ എത്തണില്ലല്ലോ. അപ്പോൾ കടലിൻ്റെ ആഴത്തിൽ നമുക്ക് എത്ര പോയാലും എത്താൻ പറ്റില്ല. അപ്പോൾ അത്രയ്ക്ക് നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു. മൂങ്ങ പറഞ്ഞു. അപ്പോൾ മേ തുംസെ ഉത്തന പ്യാർ കർത്ത, എനിക്ക് നിന്നോട് അത്രയ്ക്കും സ്നേഹമാണ് അമ്മ, എനിക്ക് അമ്മയെ നിന്നെ അത്രയ്ക്കും സ്നേഹമാണെന്ന് കുഞ്ഞു മൂങ്ങ പറഞ്ഞു. അമ്മാനെ നന്നേ ഉള്ളൂക്കോ ടപ്പ് ലിയ, അതായത് അവനെ ഇങ്ങനെ അണച്ചു പിടിച്ചു. അതായത് അവനവൻ്റെ കുഞ്ഞു മൂങ്ങനെ ഇങ്ങനെ അമ്മ ചേർത്തി സ്നേഹത്തോടെ അണഞ്ഞു പിടിച്ചു എന്നാണ്. തും കിതനി ബാർ ഗലേ ലഗാവുകി മുझे, നീ എത്ര പ്രാവശ്യം ഇങ്ങനെ എന്നെ കെട്ടിപ്പിടിക്കും. കിതനി ബാർ ഗലേ ലഗാവ്, ഗല പറഞ്ഞാൽ കഴുത്താണ്. അപ്പം നീ എത്ര പ്രാവശ്യം എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. നന്നേ ഉല്ലൂനെ പൂച്ച, ചെറിയ മൂങ്ങ അമ്മനോട് ചോദിച്ചു. ബഹുത്ത് ബാർ, അപ്പോൾ അമ്മ പറഞ്ഞു ബഹുത്ത് പറഞ്ഞാൽ ഒരുപാട് പ്രാവശ്യം. അമ്മ നീ ഫിർ ഉസേ ഗലേ സേ ലഗാലി, പിന്നെയും അമ്മ അത് പറഞ്ഞിട്ട് ഒരുപാട് പ്രാവശ്യം കെട്ടുന്നതിന് ഇങ്ങനെ അണഞ്ഞു പിടിക്കും പറഞ്ഞപ്പോൾ അവൻ എത്ര പ്രാവശ്യം ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഒരുപാട് പ്രാവശ്യം. ഇത് പറഞ്ഞതും പിന്നെയും അമ്മ അവനെ അണഞ്ഞിങ്ങനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു. കിത്തനി ബാർ നന്നേ ഉല്ലൂനെ ഉഗ്തേ ഹുവേ പൂച്ച, പിന്നെ അവൻ്റെ അമ്മനോട് കുറച്ച് ഇതിൽ ചോദിച്ചു. അതായത് നീ എന്നെ എത്ര പ്രാവശ്യം കെട്ടിപ്പിടിക്കും, പിന്നെയും ചോദിച്ചു. അതായത് എനിക്കറിയണം എത്ര പ്രാവശ്യം നീ എന്നെ കെട്ടിപ്പിടിച്ചു എന്ന് ചോദിച്ചു. ജിത്തനി ലഹരേ ഹേ സമുദ്ര മേ ജിത്തനി താരേ ഹേ ആസമാൻ മേ ഉത്തനി ബാർ, അതായത് എത്ര വേവ്സ് ഉണ്ടോ കടലിൽ അത്ര പ്രാവശ്യം നിന്നെ കെട്ടിപ്പിടിക്കും. അതേപോലെ എത്ര സ്റ്റാർസ് ഉണ്ടോ ആകാശത്തിൽ അത്ര പ്രാവശ്യം നിന്നെ കെട്ടിപ്പിടിക്കും. അതായത് ലഹര വേവ്സ്, ഒരിക്കലും കടലിൻ്റെ വേവ്സ് നിൽക്കാറില്ല. അപ്പോൾ അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അമ്മ പറയുന്നത്. അതേപോലെ സ്റ്റാർസ് എണ്ണിയ നമുക്ക് തീരില്ല. കാരണം നമ്മൾ എണ്ണിയ അത് തീരാൻ പോകുന്നില്ല. എല്ലാം സ്റ്റാർസിൻ്റെ എണ്ണം നമുക്ക് തീരില്ല. അപ്പോൾ അതാണ് പറയുന്നത്, അത്രയും സ്നേഹമുണ്ട് എന്ന്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു അമ്മൻ്റെയും കുഞ്ഞിൻ്റെയും സ്നേഹമാണ് പറയണത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഒരിക്കലും ഒരു അമ്മയ്ക്ക് മക്കളിനെ സ്നേഹിക്കുന്നത് അളക്കാനായിട്ട് കഴിയില്ല. അതുമാതിരി മക്കൾക്കും അതുതന്നെയാണ്. അപ്പോൾ അതാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്, ഒരു അമ്മയും കുഞ്ഞിൻ്റെയും സ്നേഹം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും വേറെ ബുക്സിൻ്റെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഈ നിങ്ങളുടെ ഇതിൽ കമൻറ്റിൽ മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പ് നമ്പറിന് അതിലിടാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ബൈ ഫ്രണ്ട്സ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട.